Hello guys, I am Rahul Raj. Welcome back to the unboxing show. ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ 5 ഫണ്ണായിട്ടുള്ള കിഡിലൻ ഗെയിം ആപ്ലിക്കേഷനുമായിട്ടുള്ള വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ സമയത്ത് എല്ലാവരും കുറേ അധികം ഓഫ്ലൈൻ ഗെയിംസ് ആപ്ലിക്കേഷൻ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ഈ അതുപോലുള്ള 5 ഓഫ്ലൈൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 5 ഓഫ്ലൈൻ ഗെയിം ആപ്ലിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കാർ ഗെയിമോ അങ്ങനെ നിങ്ങളായിട്ട് ഇതെല്ലാം കാർ ഗെയിം ഒന്നുമല്ല, പല രീതിയിലുള്ള കണ്ടന്റ് ആയിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു ഗെയിം ആപ്ലിക്കേഷൻ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഗെയിംസ് ഫസ്റ്റിലത്തെ ഗെയിം എന്ന് വെച്ചാൽ സർവൈവൽ ഓൺ ഡ്രഫ്റ്റ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇത് 3-4 വട്ടം ഇത് വീഡിയോ എടുക്കേണ്ട അവസ്ഥയുണ്ടായി. കാര്യം ഫസ്റ്റിലത്തെ നോക്കിയപ്പോഴാണ് ഫോണിനകത്ത് 4K റെക്കോർഡിലായിരുന്നു വീഡിയോ. അപ്പോൾ അത് ഫോണിലോട്ട് സപ്പോർട്ട് ആവുന്നില്ലായിരുന്നു. പിന്നീട് അത് ശരിയായി. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ. ഇപ്പോൾ പ്ലെയിൻ തകർന്ന് വീഴുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ തകർന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടലില്ല. അപ്പോൾ ഈ കടലിൽ നിന്ന് നമ്മൾ ഇതുപോലെ വീടോ എന്തോലൊക്കെ ഉണ്ടാക്കി കടലിൽ ജീവിക്കും. അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഇത്. കറക്റ്റ് എന്തോ എനിക്കറിയത്തില്ല. ഇപ്പോൾ അങ്ങൊക്കെ കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ ഏകദേശം ഒത്തിരി അല്ല, ഇത്രയും ദൂരത്തിലൊക്കെ നിൽക്കുന്ന വസ്തുക്കൾ നമ്മൾ ഇത് വെച്ച് പിടിച്ചിങ്ങെടുക്കാൻ പറ്റും. അങ്ങനെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഗെയിം ആപ്ലിക്കേഷൻ ഉള്ളൂ. അപ്പോൾ ഈ ഗെയിം ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നതല്ല, ജസ്റ്റ് ഇങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പിടിച്ചെടുത്ത ശേഷം നമ്മൾ ഇതിലോട്ട് പോവാം. അതിനുമ്പ് ഒരു കാര്യം എനിക്കൊരു കോൾ വരുന്നുണ്ട്. അപ്പോൾ ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വരാം, ബാക്കി പരിചയപ്പെടുത്താം. അപ്പോൾ ജസ്റ്റ് ഒരു കോൾ വന്നിരുന്നു, അതിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ആണ്. ഇപ്പോൾ ഈ കടലിനകത്ത് ഞാൻ ഇങ്ങനെ പണിഞ്ഞു വെച്ചോളൂ നമ്മൾ പണിയണം. അപ്പോൾ ഇതെനിക്കറിയത്തില്ല ഈ കടലിനകത്ത് എങ്ങനെ ഇത് പൊങ്ങി നിൽക്കുന്നതെന്ന്. ഇപ്പോൾ ജസ്റ്റ് നമുക്കത് പണിയണമെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ വന്നിട്ട് ഈ മെക്കാനിക്കലിൻ്റെ ഇത് കാണിച്ചേക്കുന്നിടത്ത് വന്നിട്ട് ഇപ്പോൾ റോപ്പാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ റോപ്പ് ഉണ്ടാക്കുക. അത് ശേഷം നമ്മൾ റോപ്പ് എടുത്ത ശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് ഈ സംഭവം ഇതൊന്നും നമ്മൾ വെട്ടുകളയരുത്, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. പിന്നീട് ഇത് അടുത്ത് വരുന്ന എല്ലാം നിങ്ങളും കളക്ട് ചെയ്തേക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ ചുറ്റുകടൊരു പടമുണ്ട്. അപ്പോൾ അതെടുത്ത ശേഷം നമ്മൾ ഇതെടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് എന്തോ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം തറയാട് പണിഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പണിയുക. അപ്പോൾ അതുപോലെ ഇതൊന്ന് പണിഞ്ഞ് വെക്കുക. അപ്പോൾ ഇതൊരു ബിൽഡിങ്ങിന് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അങ്ങ് പണിയും. അങ്ങനെയാണ് ഇത് പണിയുന്നത്. ജസ്റ്റ് പണിഞ്ഞ് പോകാം. നമുക്കിത് വേണം ഇച്ചിരി നീളത്തിൽ വേണം അങ്ങോട്ട് പണിഞ്ഞ് പോകാം. അപ്പോൾ നമുക്ക് പണിഞ്ഞ് പോകാം. പിന്നെ റോപ്പ്, നമുക്കിവിടെ റോപ്പിൻ്റെ ആവശ്യമാണ് ഏറ്റവും വേണ്ടത്. റോപ്പ് ഉണ്ടെങ്കിൽ നമുക്കിത് പണിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്കിത് പണിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ റോപ്പ് വേണം. അപ്പോൾ എന്ത് പണിയാനായാലും ഇത് കൂടുതൽ റോപ്പ് വേണം. നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന ഒരു റോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പണിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊന്നും പണിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളില്ല. അപ്പോൾ നമ്മൾ ബാക്കി കളക്ട് ചെയ്ത ശേഷം നമുക്ക് പണിയാം. ഏറ്റവും കൂടുതൽ ഇത് വേണം. ഇങ്ങനെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ ഇതുപോലെ ഒരു വീട് പണിഞ്ഞ് എടുക്കും, അതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പോൾ അതുകൊണ്ട് എല്ലാം കടലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ എടുക്കാനേ നോക്കാവൂ. ഇതുപോലെ എല്ലാം കളക്ട് ചെയ്തെടുക്കുക. അതാണ് ഈ ഗെയിമിൻ്റെ അകത്ത് ഒരു ഇത്. നമ്മളിവിടെ ഈ കടലിനകത്ത് ഇതുപോലൊരു വീട് പണി ജീവിക്കും നമുക്ക്. അപ്പോൾ അടുത്ത ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഗെയിംസ് അടുത്ത ഗെയിം എന്ന് വെച്ചാൽ PC ക്രിയേറ്റർ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു. ഇപ്പം നമ്മളൊരു PC ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ സ്വന്തമായിട്ടൊരു PC നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവർ തരുന്നൊരു ഇതുണ്ടാവും. നമുക്ക് ആ PC ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കോയിൻസും കാര്യങ്ങളൊക്കെ അടിക്കും. ഇപ്പം ഇവിടെ എന്തോ സൈസൊക്കെ കൂട്ടി കൊടുക്കാനായിരിക്കുമ്പോഴാണ് ഇവിടെ ഹെഡ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത്രേ ഉള്ളൂ. അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഏത് ലിസ്റ്റ് നോക്കാം. അപ്സെറ്റ് പ്രൊഡക്റ്റ് 500 വേൾഡിൻ്റെ എന്തോ
അപ്പോൾ ഇതെന്തോ ഡാമേജ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഓരോ PC ഉണ്ട്, സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇത് എന്ത് യു ഹാവ് എ നോട്ട് എൻജോയ് മണി എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു PC-യിലെ സാധനങ്ങൾ മൊത്തമാണ്. അപ്പോൾ ഇതെന്ത് എങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് എടുത്തില്ല. ഇപ്പോൾ ഇത് നെറ്റ് ഓണാക്കി നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറേ സംഭവങ്ങൾ ഇവിടെ കിടപ്പുണ്ടാകും. അപ്പോൾ അങ്ങനെ എടുത്ത് നമ്മളൊരു PC നിർമ്മിച്ചു കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു PC നമ്മൾ നിർമ്മിച്ചു കൊടുക്കുക, എന്നിട്ട് അത് കച്ചവടം ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അടുത്ത ഗെയിം എന്ന് വെച്ചാൽ ഡ്യൂഡ് ദ ടിഫ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇതെനിക്ക് തോന്നുന്നൊരു ഗാങ്സ്റ്റർ വികാസ് അല്ല GTA ഒക്കെ കൂട്ടുള്ള ഒരു ഗെയിമാണ്. ഇതൊരു ഓഫ്ലൈൻ ഗെയിമാണ്. അപ്പോൾ ഇതിന് നല്ല സൗണ്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരു ഗെയിമാണ്. നമുക്ക് ഒരു ഫണ്ണായിട്ടുള്ളൊരു ട്യൂണൊക്കെ തന്നിട്ടാണ് ഈ ഗെയിം ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ വലുതായിട്ട് ഞാൻ ഈ ഗെയിമിനെ എടുത്ത് പറയുന്നതല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഒരു ഗെയിം തന്നെ ഒത്തിരി സമയം എടുത്താൽ പരിചയപ്പെടുത്തി. ഇപ്പോൾ ഇതെനിക്ക് സംഭവം ഇതാണ്. നമുക്ക് ആദ്യം ഒന്നും സ്ഥലമൊന്നും പിടികിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വെളിയിലോട്ട് ഒരു കൈ മാത്രം അവിടെ കാണുന്നുണ്ട്. ഒരു വണ്ടിയും കിടപ്പുണ്ട്. വണ്ടി നിർത്തൽ, വണ്ടി ഓടിക്കാൻ നല്ല ഇതുണ്ട് കേട്ടോ. ലംബോർഗിനി, ലംബോർഗിനി ഒറ്റ ടയറുള്ള കാറ് ലംബോർഗിനിയൊക്കെ പോകുന്നു. അപ്പോൾ ഇത് ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. നമുക്ക് ലംബോർഗിനി എന്നാലും പിടിക്കാം. Oh my god. Just wait. അപ്പോൾ ഗെയ്സ് നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കോളൊക്കെ കൊണ്ടിരിക്കുന്ന ഗെയിം ത്രില്ലിംഗ് ആയിട്ട് വരും. ഇതൊരു GTA ബേസിലുള്ളൊരു ഗെയിമാണ്, അല്ല വേറൊന്നുമില്ല. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഗെയ്സ് അടുത്ത ഗെയിം എന്ന് വെച്ചാൽ വ്ളോഗർ ഗോ ഇത് വൈറൽ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇത് വ്ളോഗർ ഗോ ഇത് വൈറൽ എന്ന് വെച്ചാൽ നമ്മളൊരു വ്ളോഗറാണ്. ഇപ്പോൾ ഒരു യൂട്യൂബിൻ്റെ ഒക്കെ കൂട്ട് പ്ലേ ബട്ടൺ ആ സംഭവങ്ങളൊക്കെ ഇതിനകത്തും സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് വൈറലാക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ ഇരിക്കുന്ന കുട്ടിയാണ് വീഡിയോ ചെയ്യേണ്ടത്. അതുപോലെ ഇങ്ങനെ വീഡിയോ ചെയ്ത് വൈറലാക്കുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏതിനെ ബേസാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടത്? ഗെയിമാണോ, അതോ ഫണ്ണാണോ, അതോ ക്യാറ്റിനാണോ, അതോ ടച്ചാണോ എന്ന് പറഞ്ഞത് കൊടുക്കും. ടെക്കാണോ അതൊന്നും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ആപ്പിൽ ഇങ്ങനെ റീച്ചിങ് കൊടുക്കണം. റീച്ചിങ് കൊടുത്താലേ നമ്മളൊന്നും ചെയ്യാതിരുന്ന റീച്ച് കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ ഇങ്ങനെ റീച്ച് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഒരു റീച്ചൊക്കെ വന്ന് വീഴാൻ ഭയങ്കര താമസമാണ്. അങ്ങനെയാണ് ഒരു വ്ളോഗർ വീഡിയോ. അപ്പോൾ ഈ ഗെയിം അത്രേ ഉള്ളൂ. നമ്മൾ ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. ജസ്റ്റ് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകും. ഇപ്പോൾ ഗെയ്സ് അടുത്ത ഗെയിം എന്ന് വെച്ചാൽ കാർ റേസിംഗ് ആണ്. ഇതൊരു കാർ റേസിംഗ് ഗെയിമാണ്. ഇപ്പോൾ ഇതൊരു ഫണ്ണായിട്ടുള്ളൊരു ഓഫ്ലൈൻ ഗെയിമാണ്. ഒരു കാർ റേസിംഗ് ഗെയിം എന്ന് തന്നെ പറയാം. ഇച്ചിരി നല്ല സൗണ്ടൊക്കെ ഉള്ള ഒരു ഗെയിമാണ്. നമുക്ക് നല്ല സൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു കാർ റേസിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഞെക്കിപ്പോൾ ലോഡായി വന്നു. അപ്പോൾ നമുക്ക് ഇതാണ് വരുന്നത്. നമ്മുടെ ബുഗാട്ടിയാണ്. അപ്പോൾ ഇത് ആക്സിലറേഷൻ ചെയ്യുക, ട്രെയിനിനെ തോപ്പിക്കുമായിരിക്കും, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് ബ്രേക്ക് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതിലൊക്കെ ഒറിജിനാലിറ്റി ഉണ്ട്. നമ്മുടെ ബ്രേക്കൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ ഇച്ചിരി സെൻസർ ഇച്ചിരി നമ്മുടെ മൊബൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ചരിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ഇതാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ഇത് നൈസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്, ഒരു മിഷൻ കംപ്ലീറ്റ്. ഇപ്പോൾ അങ്ങനെ നൈസായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് എനിവേ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഫണ്ണായ, നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഫണ്ണായിട്ടുള്ള കുറച്ച് ഗെയിംസാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങളിതൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കയറി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ